ഇപ്പോൾ ഇനി വരും കാലത്ത് ഏറ്റവും അധികം വില കൂടാൻ പോകുന്ന ഒരു വസ്തു എന്ന് പറയുന്നത്, അതായത് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി ആയിരിക്കത്തില്ല, ഇതുപോലുള്ള അഗ്രികൾച്ചറൽ ലാൻഡ് ആയിരിക്കും. കാരണം മനുഷ്യന് വസ്തു കൊണ്ടുവന്ന് വശപ്പടക്കാൻ പറ്റത്തില്ലല്ലോ. ഇതിനകത്ത് ഇതുപോലെ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വിശപ്പ് മാറുള്ളേ. നമുക്കിത് ടോട്ടലായിട്ട് ഒരു 69 സെൻറ്റ് കരപ്പുരയിടവും ഈ കാണുന്നത് അതിനോട് ചേർന്ന് കിടക്കുന്ന 1.37 ഏക്കർ, 1 ഏക്കർ 37 സെൻറ്റ് വയലുമാണ്. അതിനകത്ത് നെൽകൃഷി ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ നെൽകൃഷി ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഉടമയുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് ടൈം അവർ ചെയ്തത് ഇവിടെ തന്നെ ഒരു പാടശേഖരവും കാര്യങ്ങളും ഉണ്ട്. അവരെ ഏൽപ്പിച്ച് ഏകദേശം 18,000 രൂപ ചിലവിൽ നമുക്കിതിനകത്ത് നിന്ന് വിളവെടുത്തിട്ട്, അതായത് കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വിളവെടുത്തതിന് ഏകദേശം ഒരു 5,000 രൂപയോളം ലാഭം കിട്ടി. നെൽകൃഷിയിൽ നിന്നുള്ള ലാഭം കുറവാണ്, പക്ഷേ സ്വന്തം ആവശ്യത്തിന് വേണ്ടി നമ്മൾ കൃഷി ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ വിഷമില്ലാത്ത സാധനം നമ്മുടെ സ്വന്തം വയലിൽ കൃഷി ചെയ്തെടുക്കാം. ഏകദേശം 1,500 കിലോ നെല്ല് കിട്ടിയെന്നാണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് കേട്ടോ. അതായത് 1 ഏക്കർ 37 സെൻറ്റിൽ നിന്ന് കൃഷി ചെയ്തപ്പോൾ കിട്ടിയ കണക്കാണ് പറഞ്ഞത്. ഈ കാണുന്നത് നമുക്ക് ഏകദേശം 25 സെൻറ്റ് സ്ഥലമുണ്ട്. അത് കരപ്പുരയിടമാണ്. അതിനുശേഷം നമുക്കിതാ ഇങ്ങനെ ഒരു അരുവി കടന്നു പോകുന്നുണ്ട്. ഇപ്പുറത്തേക്ക് നമ്മുടെ ഈ ഒരു വയൽ വരും. അതിൻ്റെ ഇടയിലൂടെ ഒരു നടവരമ്പുണ്ട്. ഈ നടവരമ്പ് ഇങ്ങനെ പോയിട്ട് നമുക്ക് അവിടെയായിട്ട് വീണ്ടും നമ്മുടെ ഒരു കരപ്പുരയിടം ആ ഭാഗത്തായിട്ട് കിടപ്പുണ്ട്. ഒരു 35-40 സെൻറ്റിനടുത്ത് ആ ഭാഗത്തും കിടപ്പുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് വേണമെങ്കിൽ ഒരു വഴിയിട്ട് ചെയ്തെടുക്കാനും സാധിക്കും. ഈ കാണുന്ന വീട് നമ്മുടെ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുന്നതല്ല, അത് വേറെയാണ്. പ്രോപ്പർട്ടി എവിടെയാണെന്ന് പറഞ്ഞുതരാം. തിരുവനന്തപുരം വർക്കലയ്ക്ക് സമീപത്തായിട്ടാണ് നമുക്ക് ഈ കാണുന്ന പ്രോപ്പർട്ടി ഉള്ളത്. അതായത് വർക്കലയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഈ കീഴാറ്റിങ്ങലിൽ നിന്ന് മരക്കടമുക്ക് അങ്ങോട്ടേക്ക് വരുന്ന വർക്കല കല്ലമ്പലം റോഡിലേക്ക് വന്ന് ടച്ച് ചെയ്യുന്ന ആ റോഡിലേക്ക് വരിക. അങ്ങനെ വരുമ്പോൾ കൂട്ടിക്കട എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ വരും. ആ ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന വഴി 850 മീറ്റർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ റോഡ് ഇവിടെ വന്നങ്ങ് എൻഡ് ആവുകയാണ്. അതായത് ഈ പാടത്തിൻ്റെ അടുത്തായിട്ട് വന്ന് എൻഡ് ആവും. ആ എൻഡ് ആവുന്നിടത്ത് തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി കാണും. അവിടെ നിന്ന് തന്നെ നമുക്കിതാ ഈ വയലിലേക്കും എൻട്രൻസ് കിട്ടും. പിന്നെ നമ്മുടെ അവിടെ നിന്നൊരു കോൺക്രീറ്റ് റോഡാണ് വരുന്നത് കേട്ടോ. നമ്മുടെ വണ്ടി കൊണ്ട് നിർത്തിയിരിക്കുന്നുണ്ടോ, അതുവരെ കോൺക്രീറ്റ് റോഡാണ്. അവിടെ നിന്ന് വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഈ റോഡ് അങ്ങോട്ടേക്ക് ചെന്ന് മണമ്പൂർ ചെന്ന് കയറാനുള്ള ഒരു പരിപാടി ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് പഞ്ചായത്ത് ഇതിൻ്റെ നടുവിലൂടെ തന്നെ ഒരു റോഡിട്ട് അങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുവാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇത് ആ ഭാഗത്ത് നിന്ന് നമുക്കിതാ ഒരു വലിയ റോഡ് കണക്ക് മണ്ണിങ്ങനെ ഇട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഭാവിയിൽ അങ്ങനെ ഒരു റോഡ് കൂടെ വരുന്നുണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മണമ്പൂരി എന്ന് കയറാനും സാധിക്കും. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിക്കുക. നമുക്ക് ഈ വയലിനൊക്കെ ഉള്ള പ്രോപ്പർട്ടി, അതായത് വയൽ വരുന്ന ഭാഗത്തിന് നമുക്ക് ഉദ്ദേശിക്കുന്ന വില പെർസെൻ്റ് ഒരു 30,000 രൂപയാണ്. ഈ കാണുന്ന പ്ലോട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോൺക്രീറ്റ് റോഡ് ഫ്രണ്ടേജ് ആണ്. ആ പ്ലോട്ടിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെർസെൻ്റ് 1.5 ലക്ഷവും, അങ്ങോട്ടേക്ക് വരുന്ന കരഭൂമിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 50,000 75,000 ആ ഒരു റേഞ്ചിനാണ് പ്രൈസ് കണക്കാക്കിയിട്ടുള്ളത് കേട്ടോ. ടോട്ടലായിട്ട് വരുമ്പോൾ 1,15 ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത്. അതായത് 1 ഏക്കർ 37 സെൻറ്റ് വയലും 69 സെൻറ്റ് കരപ്പുരയിടമാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയിൽ വരുന്നത്. ഏകദേശം 2 ഏക്കറിന് പുറത്തേക്ക് വരുന്ന വലിയൊരു സ്പേസ് ആണ്. ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയ, പുള്ളി നെതർലാൻഡ്സിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അവൻ കുറേ നാൾ അവിടെ നിന്നൊരു ബ്രേക്ക് എടുത്ത് കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു ഇൻ്റഗ്രേറ്റഡ് ഫാമിംഗ് അങ്ങനെ ഒരു മോഡലും, പ്ലസ് വർക്കലയുടെ അടുത്ത് തന്നെ, വർക്കല ടൂറിസം മേഖലയോട് അടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിവിടെ റിസോർട്ട്, ഹോം സ്റ്റേ അല്ലെങ്കിൽ ഫാം ഹൗസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് പ്രൊമോട്ട് ചെയ്യുന്നുള്ളൊരു ഐഡിയയിലാണ് ഈ പരിപാടിയെല്ലാം തുടങ്ങിയത്. പുള്ളിക്ക് പിന്നീട് തിരിച്ച് പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടി വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക. നിങ്ങൾക്കിപ്പോൾ ഒരു മനോഹരമായിട്ടുള്ളൊരു വീട് നമ്മുടെ ഈ പറഞ്ഞതുപോലെ വയലിൻ്റെ ഫ്രണ്ടേജിൽ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ 25 സെൻറ്റ് സ്ഥലത്ത് നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ടൊരു വീട് വയ്ക്കാം. ഇതിനകത്ത് അതുപോലെ 2 കിണറൊക്കെ ഉണ്ട് കേട്ടോ. അവിടെയായിട്ടൊരു കിണറുണ്ട്. പ്രോപ്പർട്ടിക്കകത്ത് വേറെ ഒരു കിണർ അവൈലബിൾ ആണ്. ആ വീട് വെച്ചിട്ട് നമുക്കിതിനകത്ത് ഇൻ്റഗ്രേറ്റഡ് ഫാമിങ്ങോ എങ്ങനെയാ വെച്ചാൽ അവിടെ ആയിട്ടുള്ള ആ ഒരു 40 സെൻറ്റിൽ നമുക്ക് കോഴി വളർത്തൽ, അതായത് തുറന്നു വിട്ടൊക്കെ കോഴി വളർത്താനുള്ള സെറ്റപ്പൊക്കെ ചെയ്യാം. ഈ വയൽ നമുക്ക് പ്രയോജനപ്പെടുത്താം, പോത്ത് വളർത്താം, എന്ത് തന്നെ ആക്ടിവിറ്റിയും ചെയ്യാൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ്. താല്പര്യമുള്ളവർ നേരിട്ട് വിളിക്കുക. നമുക്കിത് മൊത്തത്തിൽ 1,15 ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത്.